ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു ചെറിയ ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചു. എൻ്റെ സ്വന്തം സ്വദേശമായ പെരിങ്ങോട്ടൂർശ്ശിയിൽ നിന്നും 4.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ചൂലനൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ, ചൂലനൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക്. ഇതാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി കാർ പാർക്ക് ചെയ്തു. ശേഷം ഞങ്ങൾ അവരുടെ ഓഫീസിലേക്ക്, ചൂലനൂർ പീഫോൾ സാങ്ച്വറി ഓഫീസിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. അങ്ങനെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ചുറ്റിക്കണ്ടു. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നാണ് ഈ ചൂലനൂർ പക്ഷിസങ്കേതം അറിയപ്പെടുന്നത്. PG ഫോറസ്റ്റ് ഡിവിഷൻ്റെ അധികാര പരിധിയിലാണ് ഈ പക്ഷിസങ്കേതം. അങ്ങനെ അവിടേക്കൊന്ന് ചുറ്റിക്കണ്ട ശേഷം ഞങ്ങൾ ശലഭോദ്യാനത്തിലേക്കാണ് പോയത്. ഈ ബട്ടർഫ്ലൈ പാർക്കിൽ ഈ ഒരു സീസണിൽ അത്ര ശലഭങ്ങളെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഈ ഒരു സീസണിലല്ല ശരിക്കും നമുക്ക് ചിത്രശലഭങ്ങളെ കാണാൻ പറ്റുക. മൺസൂൺ കഴിഞ്ഞ ഉടനെ തന്നെ, ഒരു മഴക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ വരികയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുക. ഒരു ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ മഴമരം എന്നൊരു ട്രീ ഉണ്ട്, ഒരു റെയിൻ ട്രീ. വലിയ മരമൊക്കെയാണ്, അടിപൊളിയാണ്. അതുപോലെ നമ്മൾ എൻട്രി ചെയ്തു. എൻട്രി ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം തന്നെ ഞാൻ ക്ഷീണിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായി ഒരു വീടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റുപാടാണ് ഈ കാണുന്നതൊക്കെ. ഞങ്ങളങ്ങനെ എൻട്രി ചെയ്ത് ഉള്ളിലേക്ക് പോവുകയാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. എന്താണ് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ്. ഈ ഒരു കാടിൻ്റെ എൻട്രിയിൽ തന്നെ ഒരു സിമൻറ്റ് കൊണ്ട് ഒരു ടാങ്ക് പോലെ കെട്ടിയിട്ടുണ്ട്. അതായത് നമുക്കറിയാലോ, പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ മയിലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വന്ന് അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് പേടിയും ഉണ്ട്. പിന്നെ ഇതാ കുറേ മുളങ്കാടുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതേപോലെ പാറക്കൂട്ടങ്ങളൊക്കെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് വെറുതെ ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോവാണ്. നല്ല വലിയ വലിയ മരങ്ങളും അതേപോലെ പാറക്കൂട്ടങ്ങളും നനഞ്ഞു കിടക്കുന്ന ഒരു മണ്ണാണിപ്പോൾ ഇത്. മഴയൊക്കെ പെയ്ത് ആ ഒരു സമയം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയാവാനും തുടങ്ങി. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, വേറെ കാണാനുള്ള ആൾക്കാർ, വിസിറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തിരിച്ച് പോയാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വഴികളൊക്കെ ആൾക്കാർ നടന്നു പോകുന്ന വഴികൾ തന്നെയാണ്, എന്നാലും ഒറ്റയ്ക്കാവുകൊണ്ടൊരു പേടി. നമ്മൾ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാണുമ്പോൾ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്, കാരണം ഒരു കാടാണ് ഫുൾ കാണുന്നത് നമുക്ക് ചുറ്റും. നമുക്കൊരു വീടോ അങ്ങനെ ഒരു ടൗൺ ഏരിയ ഒന്നും അല്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ മേലേക്ക് നോക്കുമ്പോൾ തന്നെ ഫുൾ കണ്ടോ, വെയിൽ കൂടി അടിക്കില്ല, അങ്ങനെ നല്ല പച്ചപ്പാണ്, ഫുൾ മരങ്ങളാണ്. വിജനമായ സ്ഥലം പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. അധികം ദൂരമൊന്നും എങ്ങോട്ടും പോയില്ല, കുറച്ച് ദൂരം മാത്രം, വളരെ കുറച്ച് ദൂരം മാത്രം ഒന്ന് പോയി കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവിടെ നല്ല മഞ്ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചങ്ങോട്ട് പെറുക്കിയെടുത്തു. എനിക്ക് വളരെ ഇഷ്ടമാണ് മഞ്ചാടി. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരു 5-6 എടുത്ത് കയ്യിൽ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ചൂലനൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ നല്ല പാടവും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത് തൊട്ടടുത്തുള്ള നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ, ചെക്ക് ഡാം എന്ന് പറയും. അപ്പോൾ ഒരു കാഴ്ചയും അടിപൊളിയാണ്, നല്ല സീനറി ആയിരുന്നു. അവിടെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി സീനറിയും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് പ്ലീസ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.